ന്യൂക്ലിയസിലെ ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ സ്പൂൺ ഫീഡിംഗ് സിസ്റ്റം അല്ല ഇവിടെയുള്ളത്. ഏതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയാണ് ന്യൂക്ലിയസിലുള്ളത്. ഉദാഹരണത്തിന് ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആദ്യം ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരും. പിന്നെ അതിൽ നമ്മൾ തന്നെ സ്വയം വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ അത് തറവായി നിൽക്കും, ഒരിക്കലും മറക്കൂല. എൻട്രൻസ് എക്സാമിനേഷനും ബോർഡ് എക്സാമിനേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ന്യൂക്ലിയസിലെ ക്ലാസ്സുകൾ. ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൽ നമ്മൾ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസും നോക്കും, അതിൻ്റെ ഒപ്പം തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന എൻട്രൻസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യും. പോരാത്തതിന് എല്ലാ വീക്കെൻഡ്സിലും ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വർക്ക്ഷീറ്റ്സും തരാറുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ എല്ലാ ദിവസവും ടെസ്റ്റ് പേപ്പർ നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് അന്നന്ന് പഠിക്കുന്നത് അങ്ങനെ പഠിച്ചു പോകാനും പറ്റും, എക്സാം ഫിയർ കംപ്ലീറ്റ് ആയി മാറ്റാനും പറ്റും. സാധാരണ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റിവിഷനും മറ്റുമായിട്ട് കൂടുതൽ സമയം കിട്ടുന്നു എന്നതാണ്. അവർ രാവിലെയും വൈകുന്നേരം ട്യൂഷനുമായി കളയുന്ന സമയവും പിന്നെ ഞായറാഴ്ചകളിൽ എൻട്രൻസിന് മാറ്റി വെക്കുന്ന സമയമൊക്കെ ഞങ്ങൾക്ക് പിന്നെയും റിവിഷൻ ചെയ്യാനായിട്ട് ആ സമയമൊക്കെ ഉപയോഗിക്കാം. ഇനി +1 സയൻസ് എടുക്കാൻ തീരുമാനിച്ച സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ന്യൂക്ലിയസിൽ ജോയിൻ ചെയ്യാം. ന്യൂക്ലിയസിലെ പഠനത്തോടൊപ്പം പല ആക്ടിവിറ്റീസും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് തോട്ട് ഓഫ് ദ ഡേ, ഡിബേറ്റ്സ്, അത്തരം ആക്ടിവിറ്റീസ് ഞങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്സും അതിൽ എക്സലൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട്. എല്ലാ ടോപ്പിക്സും ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. Redefining the style of learning science. Nucleus, the center of science.